ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ്. പക്ഷേ സോഷ്യൽ മീഡിയ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ സീരിയലിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല പലർക്കും. എങ്ങനെയാണ് ഈ സീരിയൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്, എന്ത് കണ്ടിട്ടാണ് പിന്നെ ഈ സീരിയലിന് ഇത്രയും റേറ്റിംഗ് കിട്ടുന്നതെന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം. ഈ സീരിയൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള നായകനായ സച്ചിയും ഭാര്യ രേവതിയും എന്താ പറയുക, പലതരത്തിലും അപമാനിക്കപ്പെടുകയും അങ്ങനെ അവരെപ്പോഴും ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഈ സീരിയൽ എപ്പോഴും കാണിക്കുന്നത്. അതേസമയം ഇവരുടെ അതായത് ഏട്ടത്തിയായിട്ട് വരുന്ന ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടർ ഉള്ള കള്ളത്തരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കുടുംബത്തിലോട്ട് വരുന്നത്. പക്ഷെ അവരുടെ കള്ളത്തരങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടുന്നില്ല. പല വിധത്തിൽ സച്ചിയും രേവതിയും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴും എന്താ പറയുക, ശ്രുതി രക്ഷപ്പെട്ട് വരുന്നതായിട്ടാണ് ഈ സീരിയലിൽ മിക്കപ്പോഴും കാണിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഒരു വിജയമാണ് ഈ സീരിയലിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ സീരിയൽ അത്ര പിടിക്കാത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പ്രൊമോ അനുസരിച്ച് ഇതിനെല്ലാത്തിനും ഒരു എന്താ പറയുക അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. അതായത് ശ്രുതിയുടെ കള്ളത്തരം സച്ചി കൈയോടെ പിടിക്കുന്നതായിട്ടുള്ളൊരു രംഗമാണ് കാണുന്നത്. അതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് വെച്ചാൽ അതിനു വേണ്ടി വലിയൊരു സംഭവം തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം മതപരിവർത്തനം വരെ നടത്തിയിട്ടുണ്ട് ഇതിനകത്ത്. അതായത് മുസ്ലിമായ ഒരാളെ ഹിന്ദു ആക്കി വരെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഇതിനകത്ത് ശ്രുതിയുടെ കള്ളത്തരം കൈയോടെ പിടിക്കുന്ന ഒരവസരം ഉണ്ടാക്കുന്നത്. അപ്പോൾ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രുതി ഇളയച്ചനായി അവതരിപ്പിക്കുന്നത് ഒരു സിനിമാ കമ്പമുള്ള ഒരു ഇറച്ചി വെട്ടുകാരൻ ബീരാനിക്കയാണ്. പുള്ളിയെ വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന സീന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്ത് കാര്യം? മലേഷ്യയിൽ നിന്നും വന്ന ഇളയച്ചനായി ഇവളുടെ വീട്ടിലെ എല്ലാവരുടെ മുന്നില് ബീരാനിക്ക അഭിനയിക്കണം. അപ്പം ഈ ചെമ്പനീർ പൂവ് സീരിയലിന്റെ തുടക്കത്തിൽ ഈ പുള്ളി ആരാണ്? ഇറച്ചി വെട്ടുകാരൻ ബീരാനിക്ക, അതായത് മുസ്ലിം. ഇനിയാണ് ട്വിസ്റ്റ്. ശ്രുതിയുടെ കള്ളം പൊളിക്കാൻ വേണ്ടി കഥ എഴുതിയ സമയത്ത് കഥാകൃത്ത് അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന ബീരാനിക്കയെ മുസ്ലിമിൽ നിന്ന് ഹിന്ദു ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കഥ പൊളിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സച്ചിക്ക് അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാവുന്ന പയ്യെന്ന് പറയുന്നത് ഈ ബീരാനിക്കയുടെ മരുമകനാണ്. അതായത് ആ പയ്യൻ്റെ അമ്മാവനാണ് ഈ പറയുന്ന ബീരാനിക്ക. ഇവരെന്ന് പറയുന്നത് ഒരു ഹിന്ദു ഫാമിലിയാണ്. അപ്പോൾ പെട്ടെന്ന് ബീരാനിക്ക ഹിന്ദു ആയി മാറി. എന്റെ പെങ്ങളെ മഞ്ജു, എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പോൾ ഈ പറയുന്ന ഹിന്ദു കല്യാണത്തിന് അമ്മാവനായ ബീരാനിക്ക പങ്കെടുക്കുകയും മലേഷ്യയിലുള്ള ഇളയച്ചനെ, അതായത് ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുന്ന ബീരാനിക്കയെ സച്ചി ഈ കല്യാണത്തിൽ കാണുകയും അങ്ങനെ ഇവരുടെ കള്ളക്കളി പൊളിയുന്നതായിട്ടാണ് കഥ. അപ്പോൾ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി എന്ത് വലിയ റിസ്ക് അല്ല ഏറ്റെടുത്തത്, മുസ്ലിമിനെ ഹിന്ദു ആക്കുക. അതുമാത്രമല്ല, അതിനകത്ത് പല ക്യാരക്ടറിൻ്റെയും പേര് വരെ മാറിയാ പറയുന്നതെന്നൊക്കെ കാണുന്നുണ്ട് കമൻസിലൊക്കെ. അതുമാത്രമല്ല, ഇട്ട ഡ്രസ്സാണെങ്കിലും ഒരു സീനിൽ കാണുന്ന ഡ്രസ്സല്ല തൊട്ടടുത്ത സീനിൽ, അതിലും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്. അതായത് ശരിക്കും പറഞ്ഞാൽ എഴുതുന്നവർക്കും പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എന്താ നടക്കുന്നതെന്ന് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ പറയുക, കുറേ എപ്പിസോഡുകളായില്ലേ, അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ അറിയാത്ത ഒരവസ്ഥയാണുള്ളത്.